മാറ്റങ്ങൾ മനുഷ്യ സമൂഹത്തിന് അനിവാര്യമാണ്. എന്നാൽ ഇന്ന് സ്നേഹവും സഹവർത്തിത്വവും നിറഞ്ഞ ഇന്നലകൾ ചരിത്രമാകുന്നു. മനുഷ്യൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നു. ബലമോ? ഞങ്ങൾ സെക്കൻഡ് ഇയർ ബീഡ് അവതരിപ്പിക്കുന്നു നേർചിത്രം. കൺമണി കുഞ്ഞിന് പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലേ നീയാലോലം. അച്ഛന്റെ സുന്ദരിക്കുട്ടി എവിടെ? അമ്മേ, അമ്മേ, എന്റെ കൂടെ കളിക്കാൻ വരുമോ? മോളെ, നീ അച്ഛന്റെ അടുത്തേക്ക് തന്നെ, അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്. മിണ്ടാതിരിക്കും മോളെ, അച്ഛൻ വേറൊരു കോളില്ല. അപ്പുറത്തെങ്ങാനും പോയിരുന്നേ. നീ എന്താ മോളെ ഇവിടെ കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, നീ ഇതിൽ വല്ലതും കണ്ടിരുന്നോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം The wheels on the bus go round and round, round and round, round and round. Wheels on the bus go round and round, all along the town. ഇത് ശരി, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കിന്ന് സ്കൂളിൽ പോവാലോ? നീതു മോളെ, നിന്നോടല്ലേ പറഞ്ഞേ ആ സ്കൂളിൽ പോവാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിന്റെ പേരെന്താ? എന്റെ പേര് നീതു. നിന്റെ പേരെന്താ? നിന്റെ പേര് ആയിഷാന്നാ. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. കുറച്ചു മാസങ്ങൾക്കു ശേഷം ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിരുന്നില്ലേ? ഇനി ടീച്ചർ പേപ്പർ തരട്ടെ? അനു, ശ്രുതി, സ്വപ്ന, ഐഷ, നീതു, ഇപ്പൊ എല്ലാവർക്കും പേപ്പർ കിട്ടിയില്ലേ? നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് നീതു, സെക്കൻഡ് ആയിഷ. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആയിഷു, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഞാൻ സെക്കൻഡ് അല്ലേ, എന്നെ വീട്ടില് ചീത്ത പറയും. അതൊന്നും സാരില്ലേടി, വാ നമുക്ക് പോവാം. നീണ്ട കുറച്ച് വർഷങ്ങൾക്കു ശേഷം അവരിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടൂർ പോവാൻ എല്ലാരും റെഡി ആയില്ലേ? ഇനി ബസ്സിൽ കയറിക്കോ.
എന്താ നീതു, നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം പോലെ. ഈ ടൂറൊന്നും ആസ്വദിക്കാനേ പറ്റണില്ല. അത്രേ ഉള്ളോ? ഈ മിഠായി കഴിച്ചോ, ഇത് കഴിച്ചാ നീ വേഗം ഉഷാറാവും. ഇത് കഴിച്ചപ്പോ എന്തോ ഒരു പ്രത്യേക എനർജി തോന്നുന്നു. ഇനിയുണ്ടോ അത്? ദാ ഇത് പിടിച്ചോ, ഇനി വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നാ മതി, അപ്പൊ തരാം. പിന്നെ ഇതിന് എല്ലാവരോടും പറയാനൊന്നും നിൽക്കണ്ട, എല്ലാവർക്കും കൊടുത്താൽ പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടില്ല. ഇപ്പൊ നീ ഉഷാറായില്ലേ? ഇനി വാ, നമുക്ക് ബസ്സിൽ കയറാം. ആഹാ, ടൂർ പോയി കഴിഞ്ഞ് വന്ന ക്ഷീണം ഇതുവരെ തീർന്നില്ലേ? മതി, എഴുന്നേറ്റ് പോയി പഠിക്കാൻ നോക്ക്, പരീക്ഷയാണ് വരുന്നത്. ഒന്ന് നിർത്തോ? ഏത് നേരം പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കോ? ഒന്ന് പോയി തന്നെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. പരീക്ഷയ്ക്ക് നന്നായി എഴുതിയല്ലോ അല്ലേ? ഇതാ പേപ്പർ തരാം. ശ്രുതി, സ്വപ്ന, ഷംനാസ്, സ്റ്റെഫി, മരിയ, നീതു, ആയിഷ. ഇപ്പം എല്ലാവർക്കും പേപ്പർ കിട്ടിയില്ലേ? എന്ത് പറ്റി നീതു? ഇത്തവണ നീ ക്ലാസ്സിൽ അവസാനമായല്ലോ. നോക്ക്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. മര്യാദയ്ക്ക് പഠിച്ച് മെയിൻ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കോ. ഇല്ലെങ്കിൽ എവിടെയും സീറ്റ് കിട്ടാതെ നീ നടക്കേണ്ടി വരും. പിന്നെ ആയിഷ, ഇത്തവണ നിനക്കാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്ത ആയിഷയ്ക്ക്. എന്ത് പറ്റി നീതു? എന്താ നിനക്ക് മാർക്ക് പറഞ്ഞേ? നിന്നെ പഠിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? വേണ്ട, നീ ഇപ്പൊ പൊക്കോ. ഡി, അവള് നിന്നെ കളിയാക്കിയതാ. അവളുടെ ഒരു അഹങ്കാരം കണ്ടോ? അതെ, നിന്നെ തോപ്പിച്ചതിന്റെ അഹങ്കാര. എന്താ ടീച്ചർക്ക് അവളോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം? ഒന്ന് നിർത്തുവോ? നിങ്ങൾ ആദ്യം മിഠായിയും തന്നേ. ഇനി എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നിങ്ങളെന്നെ കൂടെ നിന്നാ മതി. അല്ല, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? നമുക്ക് അവൾക്കൊരു പണി കൊടുത്താലോ? അവൾ ഒരിക്കലും മറക്കാത്തൊരു പണി. അല്ല, അവളെ കൊല്ലാനെങ്ങാനാണോ? അല്ല, കൊന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആരെ പേടിക്കാനാ? നമുക്ക് കൂളായിട്ട് ഇറങ്ങിപ്പോരാം. അത് നീ പറഞ്ഞത് ശരിയാ. വാ, ഞാൻ അവളെ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. നീ ആ ചൊറിയൻപൊടി റെഡിയാക്കി വെച്ചോ. ഓ, അതൊക്കെ ഇവിടെ സെറ്റാ. എന്താ നീതു, എന്താ നീ എന്നെ വിളിച്ചേ? നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് എന്നൊക്കെ മാർക്ക് പോയപ്പോ സന്തോഷായില്ലേ? നീ എന്താ പറഞ്ഞേ? എന്നെ സഹായിക്കാന്നോ? വാടി, ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാരും വാ, നമുക്കിവിടെ സഹായിക്കണ്ടേ? ഡി, ആ കവറിട്ടെ. ഒട്ടിക്കടി അവളെ. ആ വടി എടുക്കടി. ചവിട്ടി കൂട്ടടി അവളെ. കണ്ണൊക്കെ പൊളിക്കടി അവളെ. നിർത്ത് പിള്ളേരെ, നിങ്ങൾ എന്താ കാണിക്കുന്നേ? മോളെ ആയിഷ, ടീച്ചറുകളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. എന്താ ഇത് നീ കാണിച്ചത്? നിന്റെ അച്ഛനോടും അമ്മയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒപ്പം പോലീസും വരും. നീ പോവാൻ റെഡി ആയിക്കോ. നടക്കണേ അങ്ങോട്ട്. എന്നെ മോളെ കൊണ്ടുപോവല്ലേ? കേസ് നമ്പർ 324/45. നീതു, സ്റ്റെഫി, ഷംനാസ്, മരിയ. നീതുവും സുഹൃത്തുക്കളും മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നുവെന്നും അനന്തരഫലമായി സഹപാഠികളെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തുവെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടികൾ തെറ്റ് ചെയ്തുവെന്ന് വ്യക്തമായ സാക്ഷിമൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞതിനാൽ
അവരുടെ പ്രായവും സാമൂഹിക പശ്ചാത്തലവും കണക്കിലെടുത്തുകൊണ്ട് 2 വർഷം ജുവനൈൽ ഹോമിൽ താമസിപ്പിച്ച് ആവശ്യമായ കൗൺസിലിംഗും ചികിത്സയും നൽകേണ്ടതാണ്. സമകാലീന സമൂഹത്തിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് മയക്കുമരുന്നുകളോടുള്ള അമിതമായ ആസക്തിയാണ്. ഇതിൽ ഏറ്റവും വേദനാജനകമായത് എന്തെന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 10നും 15നും ഇടയിൽ പ്രായമായ കുഞ്ഞുങ്ങളെയാണ്. ഇതിൽ സമൂഹത്തിനും കുടുംബത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും സാമൂഹിക വിപത്തായി കണ്ടുകൊണ്ട് സമൂഹം ഇതിനെതിരെ ഒരു മനസ്സോടെ ഉണർന്ന് പ്രവർത്തിക്കണം.